കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് 15ഓളം പേർ മരണപ്പെട്ടതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. രണ്ടാം സ്നാന ദിനമായ മൗനി അമാവാസിയോടനുബന്ധിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ ത്രിവേണി സംഗമത്തിൽ തടിച്ചുകൂടിയതോടെ അവിടെ നിർമ്മിച്ചിരുന്ന ബാരിക്കേഡ് തകർന്നതാണ് അപകടത്തിനുള്ള കാരണം. ഏകദേശം 15ഓളം മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരിച്ചവരുടെ കൃത്യമായ എണ്ണം ഇനിയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല. പരിക്കേറ്റവരുടെ എണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സംഭവത്തിൽ 30 മുതൽ 40 വരെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകാമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതിനിടെ സംഗമത്തിൽ തിക്കിലും തിരക്കിലും വിട്ട് നിരവധി ഭക്തർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഇന്ന്, അതായത് ജനുവരി 29 നടത്താനിരുന്ന അമൃത് സ്നാന അഖാരകൾ നിർത്തിവെച്ചതായി അഖാര പരിഷത്ത് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ കുംഭമേളയിലെ സെക്ടർ 2 താൽക്കാലിക ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അടിയന്തര സഹായ നടപടികൾ ഉടനടി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സ്ഥിതിഗതികൾ സംസാരിക്കുകയും സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുംഭമേളയിലെ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവും ചികിത്സയും കാര്യക്ഷമമായി നടക്കണമെന്ന് UP സർക്കാരിന് മോദി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഊഹാപോഹങ്ങളിൽ വീഴരുതെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുകയാണ്. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നും യോഗി തീർത്ഥാടകരോട് അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. സംഘഘട്ടിലേക്ക് സ്നാനത്തിനായി പോകരുതെന്നും സമീപമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും യോഗി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉന്നതതല യോഗം വിളിച്ച യോഗി ആദിത്യനാഥ് കുംഭമേള അധികൃതരുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സന്യാസി സമൂഹം അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മൗനി അമാവാസി ദിനത്തിൽ 10 കോടിയിലധികം ഭക്തർ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഗംഗയിൽ പുണ്യസ്നാനം ചെയ്യാൻ ഭക്തർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായാണ് മൗനി അമാവാസി അറിയപ്പെടുന്നത്. മഹാകുംഭത്തോട് അനുബന്ധിച്ചിട്ടുള്ള മൗനി അമാവാസി മോക്ഷവും സമാധാനവും നൽകുമെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ ഇതൊരു ശുഭമുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ത്രിവേണി സംഗമത്തിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഭക്തർ മൗനവ്രതം, ഉപവാസം, പിതൃപൂജ എന്നിവ ചെയ്യും. ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ സംഗമ സ്ഥാനമായ ത്രിവേണി സംഗമം ഹിന്ദുക്കൾ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ഒന്നാണ്. മഹാകുംഭ സമയത്തും പ്രത്യേകിച്ച് മൗനി അമാവാസി പോലുള്ള പ്രത്യേക സ്നാന തീയതികളിലും അതിൽ മുങ്ങിക്കുളിക്കുന്നത് ആളുകളുടെ പാപങ്ങളെ കഴുകി മോക്ഷം പ്രദാനം ചെയ്യുമെന്നും വിശ്വസിക്കുന്നു.